എല്ലാ കൂട്ടുകാർക്കും 7ാം തരത്തിലെ സാമൂഹ്യ പാഠ ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നോ? ടീച്ചർ സുഖമായിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കൂട്ടുകാർക്ക് നന്നായി ഇഷ്ടപ്പെട്ടോ? അതിലെ വർക്കുകളൊക്കെ ടീച്ചർക്ക് അയച്ചു കൊടുത്തോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചത് കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? എന്തൊക്കെയാ? 4 വിദേശ ശക്തികൾ ഇന്ത്യയിലേക്ക് വന്നു അല്ലേ? ആരൊക്കെ വന്നത്? കൂട്ടുകാരൊന്ന് പറഞ്ഞു നോക്കൂ. ആരൊക്കെ വന്നത്? ഇംഗ്ലീഷുകാർ, ഡച്ചുകാർ, പിന്നെയോ പോർച്ചുഗീസുകാർ, പിന്നെയും വന്നല്ലോ. ആരൊക്കെ വന്നേ? കൂട്ടുകാരൊന്ന് ഓർത്ത് പറഞ്ഞു നോക്കിക്കേ. ഇംഗ്ലീഷുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും നെതർലാൻഡുകാരും എല്ലാം വന്നല്ലേ? ഇവരൊക്കെ എന്തിനാണ് ഇന്ത്യയിലേക്ക് വന്നത്? എന്തിനാ വന്നത്? മറന്നുപോയോ? എന്തിനാ വന്നത്? കച്ചവടം ചെയ്യുന്നതിനാണല്ലേ? കച്ചവടം ചെയ്ത് അവരെന്ത് ചെയ്തു? തിരിച്ചു പോയോ? എന്താ ചെയ്തത്? തിരിച്ചു പോയില്ലല്ലേ? അവർ തമ്മിൽ എന്ത് ചെയ്തു? കച്ചവടത്തിനായി മത്സരിച്ചു. ആ മത്സരം എന്തിലേക്കാണ് നയിച്ചത്? യുദ്ധത്തിലേക്കാണല്ലേ? കച്ചവടത്തിന് മത്സരിച്ചു. കച്ചവട ആധിപത്യത്തിനായിട്ട് അവര് യുദ്ധങ്ങൾ ചെയ്തു. കുറെ യുദ്ധങ്ങളെ പറ്റി നമ്മൾ പഠിച്ചില്ലേ? ഏതൊക്കെ യുദ്ധങ്ങളാണത്? പ്ലാസി യുദ്ധം, ബെക്സാർ യുദ്ധം. ഓർക്കുന്നുണ്ടല്ലേ? നന്നായിട്ട് ഓർക്കുന്നുണ്ടല്ലേ? അങ്ങനെ ഈ വിദേശ ശക്തികൾ തമ്മിൽ യുദ്ധം ചെയ്ത് ആരാണ് അതിൽ വിജയിച്ചത്? ആരാ വിജയിച്ചേ? ഇംഗ്ലീഷുകാരാണല്ലേ? അവർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുകയും ഭരണം അവർ നടത്തുകയും ചെയ്തു. അങ്ങനെ ആധിപത്യം, ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ഈ ചിത്രത്തിലേക്ക് നോക്കൂ. കൂട്ടുകാർ നോക്കൂ, ഈ ചിത്രത്തിൽ ആരെയാണ് കാണുന്നത്? കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? ആരാണത്? ഒരു രാജാവിനെ പോലെ ഉണ്ടല്ലേ? രാജാക്കന്മാരെ കുട്ടികൾ ചിത്രത്തിൽ കണ്ടിട്ടില്ലേ? ആരാണത്? പറഞ്ഞു നോക്കിക്കേ. പേരറിയുന്നുണ്ടോ? കുറച്ചു പേരൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? ആരാണത്? ടിപ്പു സുൽത്താൻ. ആരാണ്? ടിപ്പു സുൽത്താൻ. ഇപ്പൊ കുറച്ചു പേർക്ക് കേട്ടല്ലേ? ടിപ്പു സുൽത്താൻ എന്നുള്ള പേര് കുറെ പേർക്ക് അറിയുന്നതാണ് അല്ലേ? ആരാണ് ഈ ടിപ്പു സുൽത്താൻ? ആർക്കറിയാം? കൂട്ടുകാർക്കൊക്കെ വിനോദയാത്ര പോകാൻ ഇഷ്ടമാണല്ലേ? ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നിങ്ങൾ വിനോദയാത്ര പോയിട്ടുള്ളത്? പല സ്ഥലങ്ങളുണ്ടല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണോ? വിനോദയാത്ര പോകാൻ ഇഷ്ടമാണോ? ആണല്ലേ? മൈസൂരിലേക്കൊക്കെ കൂട്ടുകാർ യാത്ര പോയിട്ടുണ്ടോ? മൈസൂരിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ പ്രത്യേകത? കൊട്ടാരങ്ങളുടെ കൊട്ടാരം എവിടെയാണുള്ളത്? മൈസൂരിലാണല്ലേ? പോയിട്ടുണ്ടോ? കുറച്ചു പേരൊക്കെ പോയിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? മൈസൂരൊക്കെ പോയി കാണാൻ നല്ല സ്ഥലങ്ങളുണ്ട്. എല്ലാവരും പോയി കാണണം. സൗകര്യമൊക്കെ ഉള്ളപ്പോ എല്ലാവരും പോയി കാണണം. പിന്നെ അവിടെ എന്തൊക്കെയാണുള്ളത്? ധാരാളം കൊട്ടാരങ്ങൾക്ക് പുറമെ ധാരാളം കോട്ടകളുണ്ട്. പിന്നെയോ ധാരാളം ചരിത്ര സ്മാരകങ്ങളുണ്ട്, പൂന്തോട്ടങ്ങളുണ്ട്. ഇതൊക്കെ അന്നത്തെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട നിർമ്മിതികളാണ്. ഇതൊക്കെ ടിപ്പു സുൽത്താന്റെ ഭരണകാലത്താണ് ധാരാളം പുരോഗമന പ്രവർത്തനങ്ങൾ മൈസൂരിൽ നടന്നിട്ടുള്ളത്. മൈസൂർ കടുവ എന്ന പേരിലാണ് ടിപ്പു സുൽത്താൻ അറിയപ്പെട്ടിരുന്നത്.
മൈസൂരിലെ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും ഭരണകാലത്ത് മൈസൂരിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. ടിപ്പുവിന്റെ ഭരണം ദക്ഷിണേന്ത്യയിലേക്ക് ആകെ വ്യാപിപ്പിച്ചു. ബ്രിട്ടീഷുകാർ എന്തിനാണ് നമ്മുടെ രാജ്യത്തേക്ക് വന്നതെന്ന് ഓർമ്മയില്ലേ? കച്ചവടത്തിനായിട്ടാണല്ലേ. അപ്പോൾ ടിപ്പു സുൽത്താന്റെ ഭരണം മലബാറിലേക്ക് കൂടെ വ്യാപിപ്പിച്ചു. ഈ മലബാറുമായി കച്ചവടത്തിൽ ഏർപ്പെടാൻ ആർക്ക് താല്പര്യമുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് താല്പര്യമുണ്ടായിരുന്നു. മലബാറുമായി കച്ചവടത്തിൽ ഏർപ്പെടാൻ ബ്രിട്ടീഷുകാർക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അതിന് തടസ്സമായിട്ട് ആര് വന്നു? ഈ ടിപ്പു സുൽത്താൻ വന്നു. കാരണം എന്താ? ടിപ്പു സുൽത്താന്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിപ്പിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ബ്രിട്ടീഷുകാർക്ക് മലബാറുമായി കച്ചവടത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞില്ല. ഇതുകൂടാതെ ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താൻ നല്ല സൗഹൃദത്തിലായിരുന്നു. നമ്മൾ പറഞ്ഞു 4 വിദേശ ശക്തികൾ വന്നു, അവരുമായി യുദ്ധത്തിൽ ആരേർപ്പെട്ടു? ഇംഗ്ലീഷുകാർ. എല്ലാവരും യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ ഈ ഫ്രഞ്ചുകാരുമായും ആർക്ക് ശത്രുതയുണ്ട്? ഈ ഇംഗ്ലീഷുകാർക്കുണ്ട്. ഈ 2 കാരണങ്ങൾ. ഏതൊക്കെ 2 കാരണങ്ങൾ? മലബാറിൽ ടിപ്പു സുൽത്താന്റെ ആധിപത്യം കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് കച്ചവടം നടത്താൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെയോ, ഫ്രഞ്ചുകാരുമായി ടിപ്പുവിനുണ്ടായ സൗഹൃദം. ഈ 2 കാരണങ്ങളാണ് മൈസൂർ യുദ്ധത്തിലേക്ക് വഴിതെളിച്ചത്. ഏതൊക്കെ 2 കാരണങ്ങൾ? കൂട്ടുകാരെന്ന് പറഞ്ഞു നോക്കൂ. ഒന്ന്, മലബാറുമായി കച്ചവടത്തിൽ ഏർപ്പെടാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചില്ല. എന്താ കാരണം? ടിപ്പു സുൽത്താന്റെ ആധിപത്യം അവിടെ വ്യാപിപ്പിച്ചുകൊണ്ട്. രണ്ടാമതോ, ടിപ്പു സുൽത്താന് ഫ്രഞ്ചുകാരുമായി ഉണ്ടായിരുന്ന സൗഹൃദം. ഈ 2 കാരണങ്ങളാണ് എന്തിലേക്ക് വഴിതെളിച്ചത്? മൈസൂർ യുദ്ധത്തിലേക്ക് വഴിതെളിച്ചത്. അങ്ങനെ 4 മൈസൂർ യുദ്ധങ്ങൾ നടത്തി. ഈ 4 മൂന്നാമത്തെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ശ്രീരംഗപട്ടണത്ത് വെച്ച് നടത്തിയ ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായത്. 4ാമത്തെ മൈസൂർ യുദ്ധത്തിൽ എന്താ സംഭവിച്ചത്? ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടു. 4ാമത്തെ യുദ്ധത്തിലാണ്, മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ വീരമരണം പ്രാപിച്ചത്. അങ്ങനെ മൈസൂർ യുദ്ധത്തിലൂടെ പിടിച്ചടക്കിയ 2 സ്ഥലങ്ങളാണ് മലബാറും കൂർഗും. അപ്പൊ യുദ്ധങ്ങളിലൂടെ പിടിച്ചടക്കിയ നാട്ടുരാജ്യങ്ങളെ എന്താക്കി? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാക്കി. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കുമ്പോഴും അടുത്ത സ്ഥലങ്ങളുമായി കച്ചവടത്തിനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിക്കുകയായിരുന്നു. ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലേ? എന്നാൽ നമുക്ക് ഒരു വർക്ക്ഷീറ്റ് ചെയ്താലോ? ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ടിട്ടും അല്ലാത്തതുമായ കുറേ കാര്യങ്ങൾ ടീച്ചറിലൂടെ കൊടുത്തിട്ടുണ്ട്. അത് ടിപ്പു സുൽത്താനിന്റെ നേരെ യോജിപ്പിക്കുക. അവിടെ എഴുതിയതിന് നേരെ ടിപ്പു സുൽത്താനുമായി ബന്ധമുള്ള കാര്യങ്ങൾ വരച്ചു ചേർക്കുക. കൂട്ടുകാർ ചെയ്യുമല്ലോ അല്ലേ? ചെയ്ത് കൂട്ടുകാർ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക. അടുത്തതായി അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? മറാത്തയായിരുന്നു. മറാത്തയിൽ പരുത്തി കൃഷി ധാരാളം ഉണ്ടായിരുന്നു. ഈ പരുത്തി കൃഷിക്ക് മറാത്തികൾ തടസ്സം സൃഷ്ടിച്ചു. അതെന്തായാലും മറാത്ത പിടിച്ചടക്കാൻ, ബ്രിട്ടീഷുകാർ മറാത്ത പിടിച്ചടക്കാൻ കാരണമായി. അങ്ങനെ മറാത്ത യുദ്ധത്തിലൂടെയാണ് മറാത്ത പിടിച്ചെടുത്തത്. മറാത്ത യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയ സ്ഥലങ്ങളാണ് പഞ്ചാബ്, സിന്ധ്, അവധ്. ഇപ്പൊ നമ്മൾ സൈനിക ശക്തിയിലൂടെ കുറച്ച് നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാക്കി എന്ന് പറഞ്ഞു അല്ലെ? അത് ഏതൊക്കെയാണ്? മൈസൂർ യുദ്ധങ്ങളിലൂടെ ഏതൊക്കെയാണ് പിടിച്ചടക്കിയത്? ഏതൊക്കെ സ്ഥലങ്ങളാണ് പിടിച്ചടക്കിയത്? മലബാർ, കുർഗ് എന്നീ സ്ഥലങ്ങളാണ് പിടിച്ചടക്കിയത്. അതുപോലെ മറാത്ത യുദ്ധങ്ങളിലൂടെയോ ഏതൊക്കെയാ? പഞ്ചാബ്, സിന്ധ്, അവധ് ഈ സ്ഥലങ്ങളാണ് യുദ്ധങ്ങളിലൂടെ പിടിച്ചടക്കുകയും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാക്കുകയും ചെയ്തത്. സൈനിക ശക്തി ഉപയോഗിച്ചല്ലാതെ നിയമനിർമ്മാണങ്ങൾ വഴിയും കുറച്ച് നാട്ടുരാജ്യങ്ങളെ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്തിട്ടുണ്ട്. അപ്പൊ ആ നിയമനിർമ്മാണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? 2 നിയമനിർമ്മാണമാണ് നടത്തിയത്. സൈനിക സഹായ വ്യവസ്ഥയും ഒന്ന് ദത്തവകാശ നിരോധന നിയമം. ഈ 2 അതിൽ
യുദ്ധങ്ങൾ വഴി കുറച്ച് നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാക്കി, അല്ലെ? നമ്മളത് മനസ്സിലാക്കി, അല്ലെ? സൈനിക ശക്തിയിലൂടെ എങ്ങനെയാണ് കുറച്ച് നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാരുടെ വരുതിയിലാക്കിയത് എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തു, മനസ്സിലാക്കി. ഇനി കുറച്ച് നിയമനിർമ്മാണങ്ങൾ വഴിയും എന്ത് ചെയ്തു? കുറച്ച് നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. അതിലെ ഒന്നാമത്തേത് വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥയാണ്. ആരാണ്? വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥ. എന്താണ് ഈ സൈനിക സഹായ വ്യവസ്ഥ? ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെക്കുന്ന നാട്ടുരാജ്യങ്ങൾക്ക് എല്ലാ സൈനിക പിന്തുണയും ആര് കൊടുത്തിരുന്നു? ബ്രിട്ടീഷുകാർ നൽകിയിരുന്നു. അപ്പൊ ഈ നാട്ടുരാജ്യങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ? അപ്പൊ അവർ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ഈ സൈനിക വ്യവസ്ഥയിൽ ഒപ്പിട്ടിട്ടുള്ള നാട്ടുരാജ്യങ്ങൾക്ക് എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാർ എല്ലാവിധ സൈനിക പിന്തുണയും നൽകും. ഇതാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഒപ്പിടുന്നത് മൂലം എന്തുണ്ട്? അതിന്റെ ഭരണം യഥാർത്ഥത്തിൽ ആ നാട്ടുരാജാവ് അല്ല നടത്തുന്നത്. ആരാ പിന്നെ നടത്തുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു. അതാണ് വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥ, അല്ലെ? കൂട്ടുകാർ മനസ്സിലാക്കി. അപ്പൊ എന്താണ് സൈനിക സഹായ വ്യവസ്ഥ? അത് ആരാണ് കൊണ്ടുവന്നത്? വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത്, അല്ലെ? അതിൽ ഒപ്പുവെച്ചാൽ എന്താ സംഭവിക്കുക? ആ നാട്ടുരാജ്യങ്ങളുടെ എല്ലാ സംരക്ഷണവും ആരേറ്റെടുക്കും? ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അല്ലെ? ഇംഗ്ലീഷുകാർ ഏറ്റെടുക്കുകയും ചെയ്യും. പക്ഷെ അവിടെ ഭരണം നടത്തിയിരുന്നത് ആരാ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു. അപ്പൊ അങ്ങനെ ആ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചിട്ടുള്ള കുറച്ച് നാട്ടുരാജ്യങ്ങൾ എന്തായി? ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർന്നു. അത് ഏതൊക്കെയായിരുന്നു? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ഈ 3 രാജ്യങ്ങളായിരുന്നു. ഈ 3 നാട്ടുരാജ്യങ്ങൾ എന്തായി? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ഈ 3 നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥ കൂട്ടുകാർക്ക് മനസ്സിലായി, അല്ലെ? ഇനി അടുത്തത് ദത്തവകാശ നിരോധന നിയമം. ആരാണ് ഈ ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്? ഡൽഹൌസി പ്രഭു. ആരാണ്? ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്. ഒരു നാട്ടുരാജാവ് രാജ്യം ഭരിക്കുകയാണ്. അയാളുടെ കാലശേഷം അയാളുടെ മക്കളാണ്, അല്ലെ? ആൺകുട്ടികളുണ്ടെങ്കിൽ അവരാണ് എന്ത് ചെയ്യുന്നത്? തുടർന്ന് രാജഭരണം നടത്തുന്നത്. അതാണ് സ്വാഭാവികമായി നടന്നു വരുന്നത്. പക്ഷേ ഒരു നാട്ടുരാജാവിന് ആൺകുട്ടി ഇല്ല എന്നിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? തുടർന്ന് ആര് ഭരണം നടത്തും? അപ്പോൾ അന്ന് കാലത്ത്, പണ്ട് കാലത്ത് എന്തുണ്ടായിരുന്നു? ഈ ആൺമക്കളില്ലാത്ത നാട്ടുരാജാക്കന്മാർ എന്ത് ചെയ്യും? ഒരു ആൺകുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുകയും ഈ രാജാവിന്റെ കാലശേഷം ആ കുട്ടിക്ക് ഭരണം കൈമാറുകയും ചെയ്തിരുന്നു. അതിനാണ് നമ്മൾ ദത്തെടുത്ത് വളർത്തുക. പക്ഷെ ഈ ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമം എന്തായി? ഈ അവകാശത്തെ എടുത്തുകൊണ്ട്, ഏതവകാശത്തെ? ഈ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനുള്ള അവകാശത്തെ എടുത്തു കളഞ്ഞു. ആരാണ് ദത്തെടുത്തിരുന്നത്? ആൺമക്കളില്ലാത്ത നാട്ടുരാജാക്കന്മാർ തന്റെ കാലശേഷം ഭരണം കൈമാറുന്നതിന് വേണ്ടി ഈ കുട്ടികൾക്ക് കൈമാറിയിരുന്നു. അപ്പോൾ ഇവർ ദത്തെടുത്തിട്ടാണ് ഈ കുട്ടികൾക്ക് രാജാവകാശം കൈമാറിയിരുന്നത്. ഈ അവകാശത്തെ എന്ത് ചെയ്തു? ഈ നിയമത്തിലൂടെ ഇല്ലായ്മ ചെയ്തു. അതാണ് ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ കൂടെ എന്തുണ്ട്? ഇപ്പൊ ഈ ദത്തവകാശ നിരോധന നിയമം വന്നതോടുകൂടി എന്ത് ചെയ്തു? ഈ നാട്ടുരാജാക്കന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റി? കുട്ടികളെ ദത്തെടുക്കാനുള്ള അവകാശം ഇല്ലാതായി. പുറമെ എന്തായി? ഇവരുടെ കാലശേഷം എന്ത് ചെയ്തു? ഈ രാജ്യത്തിന് പിന്നെ അവകാശം ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കുകയും ചെയ്തു. അപ്പൊ കുട്ടികൾക്ക് 2 നിയമങ്ങൾ ഇപ്പൊ നമ്മൾ പഠിച്ചല്ലേ? കൂട്ടുകാർക്ക് മനസ്സിലായോ? ഏതൊക്കെയാണത്? ഒന്ന് സൈനിക സഹായ വ്യവസ്ഥ. അതാരാ കൊണ്ടുവന്നേ? വെല്ലസ്ലി പ്രഭു, അല്ലെ? രണ്ടാമത്തെ എന്താണ്? ദത്തവകാശ നിരോധന നിയമം. അതാരാ കൊണ്ടുവന്നേ? ഡൽഹൌസി പ്രഭു, അല്ലെ? കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോ ഈ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയതിലൂടെ എന്തായി? ദത്തവകാശം, കുട്ടികളെ ദത്തെടുക്കാനുള്ള അവകാശം ഇല്ലാതാവുകയും
കൂടാതെ എന്താണ് ആ നാട്ടുരാജാവിന്റെ കാലശേഷം ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കാനുള്ള ഒരു നിയമവും അതിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമത്തിലൂടെ കുറച്ച് നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ? സാമ്പൽപൂർ, സത്താറ, ഝാൻസി, നാഗ്പൂർ, ഉദയ്പൂർ. ഈ 5 നാട്ടുരാജ്യങ്ങളെയാണ് ഏതിലൂടെ? ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്തത്. അപ്പോൾ ഈ 2 നിയമങ്ങൾ നമ്മൾ പഠിച്ചല്ലേ. അപ്പോ സൈനിക ശക്തിയിലൂടെ, അതായത് യുദ്ധങ്ങൾ വഴി കുറച്ച് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുടെ ഭാഗമാക്കിയ നമ്മൾ പറഞ്ഞു. മൈസൂർ യുദ്ധത്തിലൂടെ മലബാർ കൂർഗ് പ്രവിശ്യ, മറാത്ത യുദ്ധത്തിലൂടെ പിന്നെ ഏത് പ്രവിശ്യകളാണ്? മറാത്ത യുദ്ധത്തിലൂടെ ഏതൊക്കെയാണ്? പഞ്ചാബ്, സിന്ധ്, അവധ്, ഇത്രയും സ്ഥലങ്ങളാണ് പിടിച്ചെടുക്കിയത്. അതുപോലെ തന്നെ നമ്മൾ നിയമനിർമ്മാണത്തിലൂടെ, സൈനിക സഹായ വ്യവസ്ഥയിലൂടെയും ദത്തവകാശ നിരോധന നിയമത്തിലൂടെയും കുറച്ച് നാട്ടുരാജ്യങ്ങളിൽ കൂടെ ഇന്ത്യയുടെ ഭാഗമാക്കി. അപ്പൊ നമ്മൾ എന്താണ്, ആദ്യ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരും വിദേശ ശക്തികൾ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഉള്ള ഇന്ത്യ എങ്ങനെയായിരുന്നു? കുറച്ച് നാട്ടുരാജ്യങ്ങൾ മാത്രമാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, കുറച്ച് നാട്ടുരാജ്യങ്ങൾ മാത്രമാണ് ആദ്യത്തെ ഇതില് അല്ലെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കപ്പെട്ടത്. കുറച്ച് നാട്ടുരാജ്യങ്ങൾ മാത്രമാണ്. ഇത് അവസാന കാലഘട്ടമായപ്പോഴേക്കും എത്രയായി നോക്കൂ. നമ്മൾ ഈ സ്ഥലത്ത് നോക്കി നോക്കൂ. ഇന്ത്യയിലെ ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും എങ്ങനെയായി? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി അല്ലെ. നമുക്ക് ഈ ഭൂഗോളം നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നാട്ടുരാജ്യങ്ങളെ കീഴടക്കാൻ ബ്രിട്ടീഷുകാർ വ്യത്യസ്ത തന്ത്രങ്ങളാണ് പ്രയോഗിച്ചത്. സൈനിക ശക്തിയും അതുപോലെ തന്നെ നിയമനിർമ്മാണങ്ങളും. അങ്ങനെ പിടിച്ചടക്കിയ നാട്ടുരാജ്യങ്ങളൊക്കെ എന്ത് ചെയ്തു? അവർ ഏകീകൃത ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവന്നു. അങ്ങനെ കമ്പനി അധികാരത്തിലേറി. അപ്പൊ യുദ്ധങ്ങൾ വഴി ഏതൊക്കെ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കിയത്? ഏതൊക്കെ യുദ്ധങ്ങൾ വഴി ഏതൊക്കെ നാട്ടുരാജ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കണ്ടേ? പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം. ഇതിലൂടെ ഏതാണ്? ബംഗാൾ പിടിച്ചടക്കി. പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം. ഇതിലൂടെ ബംഗാൾ എന്ന നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി. കൂടാതെ മൈസൂർ യുദ്ധങ്ങളിലൂടെ മൈസൂർ, കുർഗ് എന്നീ സ്ഥലങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്തു. മറാത്ത യുദ്ധത്തിലൂടെ മറാത്ത പ്രദേശവും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാക്കി. അതുപോലെ തന്നെ നിയമനിർമ്മാണങ്ങൾ വഴി, അതായത് സൈനിക സഹായ വ്യവസ്ഥ എന്ന നിയമത്തിലൂടെ ഏതൊക്കെയാണ്? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്തു. അതുപോലെ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ സാമ്പൽപൂർ, സത്താറ, ഝാൻസി, നാഗ്പൂർ, ഉദയ്പൂർ എന്നീ സ്ഥലങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാക്കി. അങ്ങനെ ഇത്രയും നാട്ടുരാജ്യങ്ങളാണ് ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്തത്. ടീച്ചർ ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. കൂടുതൽ ശ്രദ്ധിച്ചോ? അതിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ബ്രിട്ടീഷ് തന്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ പിടിച്ചടക്കിയ രീതികൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ഏതൊക്കെ നാട്ടുരാജ്യങ്ങളെയാണ് പിടിച്ചടക്കിയത്? അതിൽ കുറച്ച് ഭാഗം കൊടുത്തിട്ടുണ്ട്. വിട്ടുപോയ ഭാഗം നമുക്ക് പൂർത്തീകരിക്കണം. ആ പട്ടിക നോട്ട് ബുക്കിലേക്ക് എഴുതണം. ആ പട്ടിക പൂർത്തിയാക്കിയതിന് ശേഷം കൂട്ടുകാർ ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ അല്ലേ? നമ്മൾ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ? ആദ്യം മുതൽ എന്തൊക്കെയാ? ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കുകയാണ് അല്ലെ. കുറെ നാട്ടുരാജ്യങ്ങളിലേക്ക് ആധിപത്യം സ്ഥാപിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? യുദ്ധങ്ങൾ വഴി. ഏതൊക്കെ യുദ്ധങ്ങളാണ്? മൈസൂർ യുദ്ധങ്ങൾ വഴി, പിന്നെയോ മറാത്ത യുദ്ധങ്ങൾ വഴി അല്ലെ. അങ്ങനെ കുറച്ച് നാട്ടുരാജ്യങ്ങളെ എന്താക്കി? ബ്രിട്ടീഷുകാരുടെ ഭാഗത്തിലാക്കി അല്ലെ. ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത്. പിന്നെ എന്തൊക്കെയാണ് പഠിച്ചത്? സൈനിക ശക്തി. ഇപ്പൊ സൈനിക ശക്തിയിലൂടെ നമ്മൾ പഠിച്ചു. അതുകൂടാതെ ഏതാണ്? നിയമനിർമ്മാണങ്ങൾ വഴി. ഏതൊക്കെ നിയമങ്ങളാണ് പഠിച്ചേ? സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും. അപ്പൊ ഇതിലൂടെയും കുറച്ച് നാട്ടുരാജ്യങ്ങളെ അല്ലെ, ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ, ഇതേതിലൂടെയാണ്? സൈനിക സഹായ വ്യവസ്ഥയിലൂടെ. അതുപോലെ പിന്നെ ഏതാണ്? ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ഏതൊക്കെ നാട്ടുരാജ്യങ്ങളെയാണ്? സാമ്പൽപൂർ, സത്താറ, ഝാൻസി, നാഗ്പൂർ, ഉദയ്പൂർ അല്ലെ.
ഇത്രയും നാട്ടുരാജ്യങ്ങളെയും എങ്ങോട്ട് ചേർത്തു? ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കുകയും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാക്കുകയും അവിടെ ഏകീകൃത ഭരണം നടപ്പിലാക്കുകയും ചെയ്തു. കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ? ഇനി ഇതിൽ തന്നിട്ടുള്ള വർക്ക് ഷീറ്റുകൾ എന്ത് ചെയ്യണം? കൂട്ടുകാർ പൂർത്തീകരിച്ച് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.